ഇന്ന് നമ്മൾ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള നല്ലൊരു മാക്രോണി മസാല ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സോസ് പാനിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം 1.25 കപ്പ് മക്രോണിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഏകദേശം ഒരു 80% ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ മക്രോണിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ കട്ട് ചെയ്തപ്പോൾ രണ്ടായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ കട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് കൊഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ പോയിട്ട് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നിൽക്കുവേ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു സവാള ചോപ്പ് ചെയ്തത്, ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 3-4 വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് 2 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വലിയൊരു തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ അങ്ങ് സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഇതാ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നൊന്ന് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ആവാനായിട്ട് നമ്മൾ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് ഒന്നിങ്ങനെ ആവുന്ന സമയത്ത് വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ കുക്കായിക്കോളും. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ് ആയിട്ടുള്ള ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഷെഷ്വാൻ സോസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ആ ഒരു സോസിന്. ഇനി അത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഞാനിതാ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ മൊസറല്ല ചീസ് ഏതെങ്കിലും ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്നത് മെൽറ്റ് ആവാനായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്നിങ്ങനെ അടച്ച് വെക്കുമ്പോൾ ആ ഒരു ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന മക്രോണിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ഷെഷ്വാൻ സോസും അതുപോലെ തന്നെ ഒറിഗാനും ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കുക. പിന്നെ അതുപോലെ ആ ഒരു ചീസിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പം നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും കുട്ടികൾക്ക് ടിഫിനിലും പാർട്ടിയൊക്കെ ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പണ്ടൊന്നും മക്രോണി അങ്ങനെ ഒരുപാട് പേര് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മക്രോണിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പാസ്ത ഉണ്ടെങ്കിൽ അത് ചെയ്തു നോക്കാം. സ്പെഗറ്റിയൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു മക്രോണി മസാലയാണ്. നിങ്ങൾ മക്രോണി വെക്കുന്നത് ഏത് രീതിയിലാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിലരിങ്ങനെ പാലൊഴിച്ചിട്ട് വൈറ്റ് സോസ് ആയിട്ട് ചെയ്യാറുണ്ട്, ചിലർക്ക് സ്പൈസിയാണ് ഇഷ്ടം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്.